നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇന്നലെ രാത്രിയോടുകൂടി നടന്നിരിക്കുന്നത്. വീണ്ടും ഒരു യുവ നടിയുടെ പരാതിയുടെ മേൽ അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് ബോധ്യമായതിനു ശേഷമാണ് പോലീസ് ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും സംവിധായകൻ രഞ്ജിത്തിനെതിരെ പല വിവാദങ്ങളും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യുവനടിയുടെ പരാതി ലഭിച്ച ശേഷം പോലീസ് നീക്കങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യമായിട്ടായിരുന്നു. നടിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. കാരവാനിൽ വെച്ച് കയറി പിടിച്ചെന്നായിരുന്നു നടിയുടെ മൊഴി. അന്വേഷണത്തിന് മേൽനോട്ടം നൽകിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ നേരിട്ടായിരുന്നു. മൊഴിയിലെ വിവരങ്ങൾ ശരിയാണെന്ന് വ്യക്തമായതോടെ രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരം ചോരാതിരിക്കാൻ പോലീസ് ജാഗ്രത കാട്ടി. ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. നടന്റെ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന രഞ്ജിത്തിനെ കാർ തടഞ്ഞ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തൊടുപുഴ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് വിവരം പുറംലോകം അറിഞ്ഞത്. യുവനടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത സംവിധായകൻ രഞ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ECGയിൽ വ്യതിയാനമുള്ളതിനെ തുടർന്ന് നിരീക്ഷണത്തിലാണ്. സിനിമാ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് നടിയുടെ പരാതി. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തൊടുപുഴയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത ശേഷം കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. രഞ്ജിത്ത് പുതിയതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതിക്കാരി. സിനിമാ ചിത്രീകരണത്തിനിടെ രഞ്ജിത്ത് കയറി പിടിച്ചു എന്നാണ് പരാതി. മാനഭംഗം, ലൈംഗിക അതിക്രമം, തടഞ്ഞുവെക്കൽ, അശ്ലീല ആംഗ്യം കാണിക്കൽ എന്നീ 4 വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു കസ്റ്റഡി. സിനിമയുടെ സെറ്റിൽ തന്നെയുള്ള ആഭ്യന്തര സമിതിയുടെ മുമ്പാകെ പരാതി നൽകിയെങ്കിലും അവിടെ തീരുമാനമാകാതെ വന്നതോടെ യുവനടി DGPക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച SITക്കും പരാതി നൽകിയെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി നോർത്ത് വനിതാ പോലീസ് യുവനടിയുടെ മൊഴിയെടുത്ത ശേഷമാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങിയത്. എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്ന വഴി മുട്ടത്ത് വെച്ചാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ രഞ്ജിത്തിനെതിരെ 2 പീഡന പരാതികൾ ഉയർന്നിരുന്നു. പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെയും ബംഗാളി നടിയോട് അപമര്യാദയായി പെരുമാറി എന്നതായിരുന്നു ആദ്യ പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുള്ള ആദ്യ വെളിപ്പെടുത്തലുകളിൽ ഒന്നായിരുന്നു ഇത്. തുടർന്ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ 2025 ഒക്ടോബറിൽ രഞ്ജിത്തിന്റെ ഹർജിയിൽ ബംഗാളി നടി നൽകിയ ലൈംഗിക അതിക്രമ കേസ് ഹൈക്കോടതി റദ്ദാക്കി. 2009 നടന്ന സംഭവത്തിൽ കേസെടുക്കുന്നതിനെ മജിസ്ട്രേറ്റ് കോടതിക്കുള്ള സമയപരിധി അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. തന്നെ ബാംഗ്ലൂരിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന് കാട്ടി കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയായിരുന്നു രണ്ടാമത്തേത്. എന്നാൽ സംഭവം നടന്ന 12 വർഷത്തിന് ശേഷമാണ് യുവാവ് പരാതി നൽകിയത് എന്നും പരാതിയിൽ ആരോപണങ്ങളിൽ വ്യക്തതയില്ലെന്നും പരാതി എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. കൊച്ചി DCPയുടെ പ്രത്യേക സ്ക്വാഡാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. മുമ്പ് ലഭിച്ച പരാതിയിൽ എറണാകുളം റേഞ്ച് IGയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അറസ്റ്റ്. ഫോർട്ട് കൊച്ചി അടിസ്ഥാനമാക്കി യുവനടി നൽകിയ പരാതിയിൽ രഹസ്യമൊഴിയെടുത്ത ശേഷമാണ് തുടർ നടപടികളിലേക്ക് കടന്നത്. DGPക്ക് നൽകിയ പരാതി സിറ്റി കമ്മീഷണർ കാളിരാജ് മഹേശ്വറിനെ കൈമാറുകയായിരുന്നു. 2 ദിവസം മുമ്പ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്. കേസെടുത്തതും തുടർ നടപടികളും അതീവ രഹസ്യമായാണ് നടത്തിയത്. രഞ്ജിത്ത് നിലവിൽ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇപ്പോൾ ലൈംഗിക അതിക്രമം എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ആ സെറ്റിലുണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരുന്നോ എന്നുള്ളതിന് മറ്റുള്ള ആരെങ്കിലും ഇത് കണ്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് അന്വേഷിക്കേണ്ടി വരും. സെറ്റിൽ വെച്ച് നടിയെ കയറി പിടിച്ചു എന്നാണ് വിവരം. രഞ്ജിത്ത് ഇപ്പോൾ തൊടുപുഴ സ്റ്റേഷനിലാണുള്ളത്. പിന്നീട് സെൻട്രൽ പോലീസിന് ഇദ്ദേഹത്തെ കൈമാറും. BNS 376 പ്രകാരം അതീവ രഹസ്യമായാണ് എറണാകുളം നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തത്.
തൊടുപുഴയിൽ വെച്ച് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ വളഞ്ഞ് പിടിക്കുകയായിരുന്നു. എറണാകുളം DCPയുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. എറണാകുളം കത്രക്കടവിലെ വീട്ടിൽ രഞ്ജിത്ത് ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചെങ്കിലും അവിടെ എത്തിയപ്പോഴേക്ക് രഞ്ജിത്ത് തന്നെ കാറിൽ അവിടെ വിട്ടുപോയിരുന്നു. തുടർന്ന് ഫോൺ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിൽ വെച്ച് കാർ പോലീസ് തടഞ്ഞ് പിടികൂടുകയായിരുന്നു. നേരത്തെ ബംഗാളി നടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നു വന്നിരുന്ന നിയമ നടപടികളാണ് കോടതി അസാധുവാക്കിയത്. 2009 നടന്നുവെന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ 15 വർഷത്തിന് ശേഷം 2024 നടി പരാതി നൽകിയത്. ഇത്രയും ദീർഘമായ കാലതാമസം കണക്കിലെടുത്താണ് കോടതി നടപടികൾ റദ്ദാക്കിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റത്തിന് അന്നത്തെ നിയമപ്രകാരം പരമാവധി 2 വർഷം വരെയാണ് തടവ് ശിക്ഷ. ഇത്തരം കേസുകളിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിന് നിശ്ചിത സമയപരിധി ഉണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടി പരാതിയുമായി രംഗത്തെത്തിയത്. തുടർന്ന് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ വ്യാജമാണെന്നും കേസ് റദ്ദാക്കണമെന്നുള്ള രഞ്ജിത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. സിനിമയുടെ ചർച്ചയ്ക്കായി അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തി ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു അന്ന് നടിയുടെ പരാതി. എന്നാൽ നിയമപരമായ സാങ്കേതിക കാരണങ്ങളാൽ കേസ് നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും ആ കേസുകളൊക്കെ തന്നെ അങ്ങനെയും ഇങ്ങനെയും പോയി ലാസ്റ്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉയർന്നു വന്നിരിക്കുന്നതാണ് തന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണ വേളയിൽ കാരവാനിൽ വെച്ച് നടിയോട് അതിക്രമം കാണിച്ചതിന്റെ പേരിൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ.